ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പാട്രിയോട്ട് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ വൈകിട്ട് 6 മണിക്ക് നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും ചേർന്നിട്ട് അതിൻ്റെ ഒഫീഷ്യൽ റിലീസിങ് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ മമ്മൂക്ക തൃശ്ശൂർ രാഗത്തിലും അതുപോലെ തന്നെ ലാലേട്ടൻ എറണാകുളം കവിതയിലുമാണ് അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാദ്യമായിട്ടാണ് ട്രെയിലർ തിയേറ്ററിൽ 2 മലയാളത്തിനും ബിഗംസ് ചേർന്നിട്ട് നിർവഹിക്കുന്നത്. വളരെ വലിയ ഒരു ക്യാൻവാസിലുള്ള ഈ ചിത്രം നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും അതുപോലെ തന്നെ ഫഹദ് ഫാസിലും ചാക്കോച്ചനൊക്കെ ഒന്നിക്കുമ്പോൾ ഒരു വലിയൊരു സംഭവം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 2020 ശേഷമാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും പ്രേക്ഷകരുടെ ഇടയിലുണ്ട്. മമ്മൂക്ക ഫാൻസും ലാലേട്ടൻ ഫാൻസും ഒരുപാട് പ്രതീക്ഷയിലാണ് ഈ ട്രെയിലർ കാണാൻ വേണ്ടി ഇന്നലെ തിയേറ്ററിലോട്ട് പോയത്. ഒരു വമ്പൻ ഗംഭീര സ്വീകരണം തൃശ്ശൂർ രാഗത്തിലും മമ്മൂക്ക അതുപോലെ തന്നെ എറണാകുളം കവിതയിലും നമ്മുടെ ലാലേട്ടനും കൊടുത്തിട്ടുള്ളത്. ട്രെയിലർ 3 മിനിറ്റ് 30 സെക്കൻഡുള്ള ഈ ട്രെയിലർ അടാറ് സംഭവം എന്നല്ലാതെ ഒന്നും പറയാനില്ല. കാരണം അതിൻ്റെ ഒരു മേക്കിങ് ഒരു മലയാള ക്യാൻവാസിലുള്ള ഒരു രീതിയിലേ അല്ല ഈ ചിത്രത്തിൻ്റെ ഒരു മേക്കിങ്. അവർ പറഞ്ഞ് 100 കോടിയുടെ മുകളിൽ ഈ സിനിമക്ക് ബഡ്ജറ്റ്. സത്യം പറഞ്ഞാൽ ആ സിനിമക്കകത്തെല്ലാം കാണാനുണ്ട്. കാരണം അവരെ അതായത് അവരാ ഒരു സ്ക്രീനിങ് വളരെ വലിയൊരു സ്കെയിലാക്കിയിട്ട് ചെയ്തത്. അതായത് ഒരു ചെറിയൊരു മീഡിയം രീതിയിലല്ലാതെ വലിയ ക്യാൻവാസിലാക്കിയിട്ട് ഒരുപാട് ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ ഫ്രെയിമും അതിഭയങ്കരമായ ഒരു ബോളിവുഡ് സിനിമ കണ്ട ഒരു ഫീലിംഗ് നമുക്ക് ഈ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. ആദ്യം ഇങ്ങനെ പതിയെ ഇങ്ങനെ കയറി വന്ന് ആ സിനിമയുടെ ഉള്ളടക്കത്തിലോട്ട് ഇങ്ങനെ പോയി ത്രില്ലടിപ്പിച്ച് അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ എൻട്രിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ്. നമ്മുടെ മമ്മൂക്കയ്ക്ക് സഹായിക്കാൻ നമ്മുടെ നരസിംഹം സിനിമയിൽ നമ്മുടെ ലാലേട്ടനെ സഹായിക്കാൻ ലാലേട്ടൻ്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാൻ കേസ് വാദിക്കാൻ വരുന്ന നമ്മുടെ മമ്മൂക്ക. അതേപോലെ തന്നെ ഇതിൽ നമ്മുടെ മമ്മൂക്കയ്ക്ക് ഒരു ഹെൽപ്പായിട്ടാണ് നമ്മുടെ ലാലേട്ടൻ ഒരു പഴയൊരു മിലിറ്ററി ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെട്ട് ഇവർ രണ്ടുപേരും ചെറുപ്പം മുതലേ സൗഹൃദത്തിലുള്ള ആൾക്കാരാണ്. പക്ഷേ ഇന്നേ വരെ മമ്മൂക്ക ലാലേട്ടനോട് സഹായം ചോദിച്ചില്ല. പക്ഷേ ഒരു സഹായം ചോദിക്കേണ്ടി വരും. ആ സഹായം ചോദിക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മുടെ ലാലേട്ടൻ്റെ എൻട്രി. എന്തായാലും മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ ഈ സിനിമ കത്തിക്കും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. മഹേഷ് നാരായണൻ്റെ സിനിമാ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് പറയാൻ പോകുന്ന സിനിമയാകും ഈ പാട്രിയോട്ട്. ഒരുപാട് വിമർശനങ്ങൾ ഈ ചിത്രത്തിന്. ഇതിൻ്റെ നല്ല രീതിയിലുള്ള പോസ്റ്റേഴ്സ് ഇല്ല, നല്ല രീതിയിലുള്ള പ്രൊമോഷൻ ഇല്ല, നല്ല രീതിയിലൊരു ടീസർ കട്ടില്ല, അങ്ങനെ ഒരുപാട് പരാതികളുണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം മറുതി വരുത്തിക്കൊണ്ടാണ് ഇന്നലെ ട്രെയിലർ ലോഞ്ച് വന്നത്. അതും അതിഗംഭീര ട്രെയിലർ നമ്മളിങ്ങനെ ഇരുത്തി കൊണ്ടുപോകും. അതുപോലെ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് എടുത്ത് പറയാതെ വയ്യ. ആ ഒരു സിനിമയ്ക്ക് വേണ്ട ഒരു രീതിയിൽ അദ്ദേഹം ആ സിനിമയുടെ BGM നമ്മുടെ ഉള്ളിലോട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ സിനിമ പറയുന്നത് വെച്ചാൽ ഒരു സ്കേമിനെ സംബന്ധിച്ചുള്ളതാണ്. അതായത് നമ്മുടെ മുമ്പുണ്ടായൊരു സംഭവമാണ്. ഈ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ലാപ്ടോപ്പും കാര്യങ്ങളും കുറച്ച് ലാപ്ടോപ്പും അതിൽ തന്നെ അവർ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കും മുമ്പ് ഇവരറിയാതെ. അത് നമ്മുടെ പ്രൈവസി കാര്യങ്ങളൊക്കെ അതിൽ സേവ്, ക്യാമറ ഓണാവും. അത് പിന്നീട് ലോകം മൊത്തം കാണും, നമ്മുടെ ലൈഫൊക്കെ തൊള്ളയും. അത് പിന്നീട് ഒരുപാട് ആളുകൾ ആത്മഹത്യയിലൊക്കെ നയിച്ച് അത് എന്നെ ചുറ്റിപ്പറ്റി പിന്നെ ബാക്കിയുള്ള അതൊരു വലിയൊരു ക്രൈമായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള സിനിമയാണിത്. അത് നമുക്ക് ഇപ്പോൾ പറയണ്ട, അത് സിനിമ കണ്ടിട്ട് അതിനുള്ളിൽ അഭിപ്രായം നമുക്ക് പറയാം. എന്തായാലും മമ്മൂക്ക ലാലേട്ടൻ വരുമ്പോൾ തന്നെ അത് വലിയൊരു സിനിമയാണ്. അതും 2 ഫാൻസിനും ഒരുമിച്ചിരുന്നിട്ട് ആഘോഷിക്കുന്ന സിനിമ. അത് ഈ അടുത്ത കാലത്തും 2020 പോലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെളിവാരി വരുന്ന സംഭവം. പക്ഷേ ഇതിലങ്ങനെയല്ല, 2 പേരും ഒരുമിച്ച് സുഹൃത്തുക്കളായിട്ട് വരും. അപ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ്. മമ്മൂക്ക ലാലേട്ടൻ അതുപോലെ മമ്മൂക്ക ഫാൻസ് ലാലേട്ടൻ ഫാൻസ് ഒരുമിച്ചിരുന്ന് ഫാൻ ഷോ കണ്ടിട്ട് അർമാദിക്കുന്ന ഒരു ദിവസമാവും മെയ് 1 എന്ന ഡേറ്റ്. അതുപോലെ ഫഹദ് ഫാസിൻ്റെ ഒടുക്കത്തെ വില്ലനിസം ഈ സിനിമയിൽ കാണാൻ പോകുന്നു എന്നുള്ളതും ഒരു സന്തോഷമായ കാര്യമാണ്. ചാക്കോച്ചൻ്റെ അതിഗംഭീര പ്രകടനം ഈ സിനിമക്കകത്തുണ്ടാവും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു ട്രെയിലർ കാണാത്തവരൊക്കെ മാക്സിമം ട്രെയിലർ കാണും. കാരണം 30 ലക്ഷത്തിന് മുകളിൽ ഇപ്പോൾ ട്രെയിലറിൻ്റെ വ്യൂ കാണാനുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇതൊരു വമ്പൻ സംഭവം. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള മമ്മൂക്ക ലാലേട്ടൻ മറ്റുള്ള താരങ്ങളൊക്കെ ഒരുമിച്ചില്ല. ഒരു 1-2 ഇൻ്റർവ്യൂസും വരാണ്ട്. എന്തായാലും വൈകാതെ വരും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അറിയാണ്ട് വൈകാതെ വരും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും എത്തിക്കുക. ഓക്കെ.